നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രിമണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു ഇത്തവണ ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ മന്ത്രി വി.എൻ. വാസവനായിരുന്നു സിറ്റിംഗ് എം.എൽ.എ. അദ്ദേഹം ഇത്തവണ മത്സരിച്ചു, പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റുമാനൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഏറ്റുമാനൂരിൽ UDF അട്ടിമറി വിജയം നേടുന്നു. നാട്ടകം സുരേഷാണ് UDFിൻ്റെ നാട്ടകം സുരേഷ് 64,077 വോട്ടുകൾ നേടുന്നു. 19,752 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മന്ത്രിക്കെതിരെ അദ്ദേഹം നേടിയത് എന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ തൊട്ടു പിന്നിലുണ്ട്, 44,325 വോട്ടുകൾ. BJPയുടെ പുതുമുഖ സ്ഥാനാർത്ഥി യുവ സ്ഥാനാർത്ഥി ആതിര D. നായർ 12,975 വോട്ടുകൾ നേടുന്നു. BJPയുടെ അല്ല, NDA സ്ഥാനാർത്ഥിയാണ്. T20 സ്ഥാനാർത്ഥിയാണ് ആതിര D. നായർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആയിരുന്നു അവിടെ വിജയിച്ചത്. വി.എൻ. വാസവൻ 58,289 വോട്ടുകൾ നേടുന്നു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത്, 43,986 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥി TN ഹരികുമാർ 13,746 വോട്ടുകളും നേടുന്നു. BJPയുടെ വോട്ട് അല്ലെങ്കിൽ NDAയുടെ വോട്ട് 13,746 നിന്നും 12,975 താഴുന്നു. വി.എൻ. വാസവനും വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയുണ്ടാകുന്നു. അതേസമയം UDF വോട്ട് 44,000 നിന്നും 64,000 ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ 20,000 അടുപ്പിത്ത ഭൂരിപക്ഷവുമായി UDF ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. വി.എൻ. വാസവൻ കേരളത്തിൽ നിരവധി മന്ത്രിമാർ പരാജയപ്പെട്ടിരുന്നു, അതിലൊരു മന്ത്രിയായി മാറുകയും ചെയ്തു.